ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. റീഡിംഗ് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വി ഹാവ് കിങ് ഓഫ് സോഡ്. ഓക്കെ, 7 ഓഫ് സോഡ്, ടെമ്പറൻസ് കാർഡ്, എഗെയിൻ സ്ട്രെങ്ത് കാർഡ്. ഇത് ചാരിയറ്റ് കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം ആ ഒരു പേഴ്സൺ വളരെയധികം സ്വന്തം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ പോയതിന് ആ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് മുൻതൂക്കം കൊടുക്കണമെങ്കിൽ അതൊക്കെ മാറ്റിയിട്ടൊരു തീരുമാനമെടുക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. വളരെ ക്ഷമയോടെ പേഷ്യൻ്റ്ലി നമ്മളിപ്പോൾ പറയാറില്ലേ, എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ആ ഒരു പേഴ്സൺ ഓടി വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. കുറച്ച് ആൾക്കാർ ഒരു ബൗണ്ടറി പോലെ വെച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ലൈഫിലേക്ക് പണ്ടത്തെ പോലെ ആ ഒരു പേഴ്സണ് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ആ ഒരു പേഴ്സൺ തന്നെ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറയുമ്പോൾ അവരെന്ന് പറയാണ്, അവരെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ആ ഒരു പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു പേഴ്സൺ വളരെ ക്ഷമയോടെ കാത്തുനിൽക്കുകയാണ്. കാരണം എടുത്ത് ചാടി ഒരു തെറ്റായ തീരുമാനത്തിൽ എത്തരുത് എന്നുള്ളത് കൊണ്ട് എന്ത് തന്നെ സാഹചര്യങ്ങളുണ്ടെങ്കിലും വെയിറ്റിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദി, അതായത് അവരെടുത്ത് വെയിറ്റിംഗ് എന്ന് പറയാനുള്ള കാരണം തന്നെ ചിലപ്പം നിങ്ങൾ ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ച പോലുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അത്രമേൽ സ്നേഹമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെ ഡെസ്പാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം അങ്ങനെ നിങ്ങൾ ആ ഒരു പേഴ്സൺ ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ നിങ്ങൾ ഒരു പേഴ്സണെ കെയർ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ് വളരെയധികം എന്തൊരു ഹേർട്ട് ബ്രേക്ക് പോലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ വാക്കുകൾ ഓർക്കുകയാണ്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലൊക്കെ പോകുന്നതിന് മുന്നേ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കടുകട്ടിയായിട്ട് എന്തെങ്കിലും വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ ലൈഫിലേക്ക് വരണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതും വിചാരിച്ച് ഇനിയിപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ ഒഴിവാക്കുമോ മാറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. കാരണം എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എത്ര തന്നെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് ഒരു ക്ലാരിറ്റി തരണം എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ആ ഒരു ഹാപ്പിനെസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. ആ ഒരു പേഴ്സൻ്റെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഒരിക്കലും മാറുന്നില്ല എന്നുള്ള ചിന്തയൊക്കെയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം കാണിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടും നിങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ജീവിതത്തിൽ തിരിച്ചു വന്നാൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറുക എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് പക്ഷെ എത്രത്തോളം ഡിസ്റ്റൻസ് ആ ഒരു പേഴ്സണായിട്ട് വെക്കുന്നു അത്രത്തോളം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പേഴ്സണ് വേറൊരു സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ വേറൊരു പേഴ്സണിലോ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണെ ഒരാൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ വേണ്ടി പറ്റുക. കാരണം തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ആ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ചിലപ്പം ഒരുപാട് വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകാം, വേണ്ട ഇത് തെറ്റാണ്, എന്നിട്ട് പോലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും കാര്യമാക്കി എടുക്കാതെ നിങ്ങൾ പറയുന്നതിന് എന്താ പറയുക ഒരു വാല്യൂം കൊടുക്കാതെ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ വേറൊരു സാഹചര്യങ്ങളിൽ പോയിട്ട് അതിൽ ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്നേരം ഓർത്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഓർത്ത് വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി കുറേ ആൾക്കാർ വാണിംഗ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ സൈഡൊന്നും കാണാതെ നിങ്ങളുടെ വിഷമമൊന്നും കാണാതെ വേറൊരു സാഹചര്യങ്ങൾക്കോ അല്ലെങ്കിൽ പേഴ്സണോ പ്രാധാന്യം കൊടുത്ത ഒരു സിറ്റുവേഷൻ കാര്യം എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ആ ഒരു
പേഴ്സണുമായി തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതിലൊരു ഹാപ്പിനെസ് ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ടൈം നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ്. യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ് മീ. 3 of Cups. Okay, the Ace of Cups, the 8 of Wands, the Star card, the Tower card, the 7 of Cups, bottom of the deck 2 of Cups. Okay, കുറേ ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, എൻഡപ്പാണ്. ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ പോലുള്ള ഒരു വ്യക്തിയാണ്. കാരണം ആ ഒരു പേഴ്സൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഓപ്ഷൻ പോലെ ചിലപ്പോൾ സാഹചര്യങ്ങൾ പ്രകാരം നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് ആൾക്കാരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇത്രയും സ്വാധീനിക്കും എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ പോകെ പോകെ നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തതുകൊണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാകാം. അപ്പോഴാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും അറ്റ്ലീസ്റ്റ് ഒരു ചാറ്റോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ആ ഒരു പേഴ്സണ് കൊടുത്ത ഒരു പ്രാധാന്യവും അതുപോലെ തന്നെ വാല്യൂം അതൊന്നും ആ പേഴ്സണ് വേറൊരിടത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ ഒരു പേഴ്സണിൻ്റെ ഈ ഒരു സമയത്ത് ഒരു തിരിച്ചറിവ്. കാരണം അന്ന് നിങ്ങളോടൊരു സ്നേഹമില്ല എന്നുള്ളതാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അത്രയും ആ ഒരു ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന രീതിയിലുള്ള ഒരു എനർജി, ഒരുപാട് സ്നേഹം, ഒരു പുതിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളുടെ അടുക്ക വരണം, നിങ്ങളോട് സംസാരിക്കണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഇപ്പം നിങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇടയിൽ എന്ത് തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ചിലപ്പം ഇല്ല ഒരങ്ങോട്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ ചിന്തിക്കുമ്പോഴും ആ ഒരു പേഴ്സൺ ഇത് എൻഡപ്പായിപ്പോയി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പകുതി വഴിക്ക് വെച്ച് അല്ലെങ്കിൽ നിർത്തിപ്പോകേണ്ടതായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർക്കുകയാണ്, കാരണത്തെക്കുറിച്ച് ഓർക്കുകയാണ്. കാരണം ആ വ്യക്തിയുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു സമയം തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം വരണമെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം എന്താണെന്നും നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വേണമെന്നും അതൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളോടൊരു ചാറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം അവരുടെ മനസ്സിൽ എത്രത്തോളം ക്ഷമയോടെ കാത്തു നിന്നാലും നമ്മളിപ്പം കെട്ടിവെച്ച ഒരു പോത്തിന് ഓർക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആണെന്നല്ല ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ഓർക്കുക. ആ ഒരു പോത്തിൻ്റെ എപ്പോൾ കയറയക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കില്ലേ. കാരണം ആ കയറഴിച്ച് അതിനൊരു സ്വതന്ത്രമായിട്ട് പോകാം അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം എന്നുള്ള ഒരു ചിന്തയായിരിക്കും. അതേ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലുള്ള എല്ലാ തരത്തിലുള്ള ഒരു തടസ്സങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ആദ്യം വരണം എന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുക്കുകയാണ്. ഇനിയിപ്പം ഇതിൽ എന്ത് തന്നെ ഹോപ്പില്ലെന്ന് പറഞ്ഞാലും, നിങ്ങൾ ഈ ഒരു പേഴ്സൺ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും സ്റ്റിൽ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങളുള്ളതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നു, നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. കാരണം കുറച്ച് തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കും ഒരു നീതി ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു പേഴ്സൺ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ പോയാലും ആ ഒരു പേഴ്സണ് വളരെയധികം ആ ഒരു പേഴ്സൺ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരുപാട് വേറെ എനിക്ക് ഓപ്ഷൻസൊക്കെ വരും എന്നുള്ള രീതിയിൽ ചിന്തിച്ചതാണ്. ബട്ട് എപ്പോഴൊക്കെ അത് തെറ്റല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്തോളം നിങ്ങളോടുള്ള ഒരു സ്നേഹം ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു പേഴ്സൺ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു വിള്ളലൊക്കെ മാറണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കുറേ ആൾക്കാർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഞാനിവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത്. 4 of Cup, ഓക്കെ, the 8 of Cup, the High Priestess, the 9 of Pentacle, bottom of the deck എന്ന് പറയുന്നത് King of Swords ആണ്. ഇവിടെ കാണിക്കുക എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മോശമാണ് എന്ന് തോന്നുന്നത് നമ്മൾ മനഃപൂർവ്വം അത് മാറ്റിവെക്കാൻ നോക്കും അല്ലേ. അപ്പോൾ അതുപോലെ
ഇവിടെ നിങ്ങൾ മോശമാണെന്നല്ല, പക്ഷേ ആ ഒരു പേഴ്സണ് മുന്നോട്ട് പോകുമ്പോഴൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങൾ ആ കൊടുത്ത സ്നേഹം, അത് ജെന്യൂനിറ്റി, അതുപോലെ തന്നെ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കുറേ ആൾക്കാരെ സംബന്ധിച്ച്. കാരണം അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ പാതി മനസ്സോടുകൂടി ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാൻ, അതായത് അവർക്ക് അവരുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതിൽ അവർ പരാജയപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ കാരണം ഇപ്പോഴുള്ള ഒരു രീതിയിൽ ആ ഒരു പേഴ്സൺ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട്, വളരെ നിരാശ, വിഷമം എന്നുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പലപ്പോഴും. പക്ഷേ പുറമേത് കാണുമ്പം ഞാൻ വളരെ ഓക്കെയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്, ഈ ലോകത്ത് ഞാനാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള ആൾ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ എന്ന് പറയുന്നത് കൊടുങ്കാറ്റും ചുഴലിക്കാറ്റടക്കമുള്ള വലിയ ഭൂകമ്പമാണ്. പക്ഷെ ഒരിക്കലും അത് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ എടുത്ത തീരുമാനമാണ്, അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്, അത് വേറൊരാൾ അറിയണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കണം, ചില സാഹചര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടണം. പക്ഷെ ഒരിക്കലും അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ക്ലാരിറ്റി പ്രകാരം നിങ്ങളാണ് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നതാണ്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നോർമൽ കോൺവെർസേഷൻ പോലെയെങ്കിലും അറ്റ്ലീസ്റ്റ് കുറേ ആൾക്കാർ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് വളരെയധികം. കാരണം അവർക്ക് മുന്നോട്ടുള്ള ലൈഫിലൊരു ക്ലാരിറ്റി വേണമെങ്കിൽ ചിലപ്പം നിങ്ങൾക്കായിരിക്കും ക്ലാരിറ്റി കിട്ടുക. പറഞ്ഞാൽ അവരാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മാറിപ്പോയത്, അല്ലെങ്കിൽ എന്തിനാണ് ഉപേക്ഷിച്ച് പോകുന്നത് എന്നുള്ള കാര്യം പോലും പറയാതെ അവർക്ക് തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക, അങ്ങനെയുള്ള രീതിയിലുള്ള എനർജിയിലുള്ള പേഴ്സൺസ് ആയിരിക്കാം. കുറേ ആൾക്കാരുടെ ഒരു ഇമ്മച്യൂരിറ്റി എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്ന ഒരു രീതി. കാരണം എല്ലാ ഓപ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, അങ്ങനെയുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ ആ ഒരു പേഴ്സൺ എല്ലാത്തിനും മടുക്കുന്ന ഒരവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ ജീവിതത്തിലൊരു ക്ലാരിറ്റി ഇല്ല, ഒരു ദിശയില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളിലും ഞാൻ പരാജയപ്പെട്ടു പോയോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ആ ഒരു പേഴ്സണ് ഹീലിംഗ് ആവശ്യമുണ്ട്. ഓക്കെ, ഹീലിംഗ് വേണ്ടതായിട്ട് ആ ഒരു പേഴ്സൺ തിരിച്ചറിയുകയാണ്. അതായത് ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ആ ഒരു പേഴ്സണ് ഇപ്പോഴും ആവശ്യമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത്ര വരെ ആ ഒരു പേഴ്സൺ ആ ഒരു സ്വന്തം ഗ്രോത്തിന്, അതായത് എല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല, പറ്റുന്നവരുണ്ടാകാം. പക്ഷെ എല്ലായ്പ്പോഴും നമുക്കത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യങ്ങളിലാണ് ഈ ഒരു പേഴ്സൺ ഒന്ന് തകർന്ന സമയത്ത് അതിൻ്റെ മുകളിൽ, അതിൻ്റെ താഴെയായിട്ട് ഓരോരോ ആ ഒരു പേഴ്സൻ്റെ പ്രതീക്ഷകൾ തകർന്ന ഒരു രീതി, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ ഓർമ്മകളും അതിനേക്കാൾ കൂടുതൽ വലിയ ഒരു ടവർ മാതിരി തന്നെ ഉണ്ട്. കാരണം ആ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട്, അല്ലെങ്കിൽ കുഴപ്പമില്ല, അവരില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷ പാടെ തെറ്റിപ്പോയി. അവിടെയാണ് ആ ഒരു വ്യക്തിയുടെ ഓരോരോ പ്രതീക്ഷകളായിട്ട് തകരാൻ തുടങ്ങിയത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ്. We have Temperance, okay, King of Swords, the Sun, okay, the Two of Pentacles, the Ten of Swords, okay, Page of Cups, bottom of the deck Seven of Swords ആണ്. ഓക്കെ, ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത്, നിങ്ങൾ പണ്ടത്തെ പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ മാറി വന്നിട്ടുണ്ട്. കാരണം എനിക്ക് യൂണിവേഴ്സിൽ ഇതെൻ്റെ രണ്ടാം ജന്മമാണ് എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും കാണിക്കുന്നുണ്ട്. കാരണം അത്രയും പോലെ ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും എനിക്കിത് രണ്ടാം ചാൻസ് തന്നെയാണ്, യൂണിവേഴ്സലിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ സമാധാനം എന്താണെന്നും അതുപോലെ തന്നെ സന്തോഷം എന്താണെന്നും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല, ഒരു ഓവർ എക്സ്പെക്റ്റേഷനും ഇല്ല, മൂവിങ് വിത്ത് ഫ്ലോ എന്നൊക്കെ പറയുന്നില്ലേ, അതുമാതിരി. എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെറ്റ് ഗോ ചെയ്ത് പോവുക എന്നല്ല, ഇഷ്ടമല്ല എന്നുള്ള രീതിയിലല്ല. നിങ്ങളുടെ ലൈഫിൽ എന്ത് ക്ലാരിറ്റി ആണോ വേണ്ടത്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് മുൻതൂക്കം കൊടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് എപ്പോഴും നിങ്ങൾ സ്നേഹത്തിന് മാത്രം മുൻതൂക്കം കൊടുത്ത് പോയൊരു പേഴ്സൺ ആണെങ്കിൽ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇമോഷണലി മാത്രമല്ല, അതുപോലെ തന്നെ വളരെയധികം പ്രാക്ടിക്കലായിട്ടും കൂടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് കാര്യങ്ങൾ സ്നേഹത്തോട് മാത്രമല്ല ബുദ്ധിപരമായിട്ടും കൂടി നിങ്ങൾ
ഒരു കാര്യം നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആദ്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ എല്ലാവരോടും സ്നേഹപരമായിട്ട്, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം കുറേ ആൾക്കാർ തിരിച്ചറിയുന്നത് പറഞ്ഞാൽ വിശ്വാസവഞ്ചന അതിൻ്റെ പേരിലാണ് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അനുഭവിക്കാത്ത ചീത്തപ്പേരൊന്നുമില്ല എന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാർ കാണിക്കുന്നുണ്ട്. ഒരു സ്നേഹം, ഒരാളെ സ്നേഹിച്ചു എന്നതിൽ പേരിൽ ഇത്രയും വലിയ റോളർ കോസ്റ്ററിൽ കയറിപ്പെടുക എന്നൊക്കെ പറഞ്ഞ പോലെയാണ് കുറേ ആൾക്കാരുടെ അവസ്ഥ. കാരണം ഒരു റിലേഷൻഷിപ്പേ മടുത്തു പോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, അവർ വരട്ടെ, അവരുടെ തെറ്റൊക്കെ തിരിച്ചറിഞ്ഞ് വരട്ടെ, അവരായിട്ട് ഒരു തീരുമാനം എടുത്ത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുത്ത് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒന്നിനും സ്നേഹത്തിന് വേണ്ടിയിട്ടായാലും അങ്ങോട്ട് പോയിട്ട് ബെഗ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കാരണം അത്രയും പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ, അത്രയും സങ്കടകരമായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടായത് ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സാണ് നിങ്ങൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പെയിൻഫുള്ളായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരു ഹാപ്പിനെസ്സാണ് നിങ്ങൾ ഒരു അട്രാക്റ്റ് ആവുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സിലും അതാണ് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാരിറ്റി നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തന്നിട്ടുണ്ട്. ആ തന്ന ഒരു ലെസണിന് വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ചും കൂടി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നിങ്ങളെ അല്ലെങ്കിൽ മോശപരമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ കുറച്ച് നേരത്തെ ഒരു ക്ലാരിറ്റി തന്നിരുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കുറേ ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് അടിക്കാനും ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അന്നേ എനിക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു, പക്ഷെ ഞാനത് ആ ഒരു പേഴ്സണോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നെ വേണ്ടവരെ മതി, എനിക്ക് അത്രമാത്രം മതി. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഹാപ്പിനെസ്, സമാധാനമാണ് വലുത് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഒരു എനർജി പ്രകാരവും നിങ്ങളും നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത്. 2 of Swords, the Strength card, the 5 of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് 10 of Swords ആണ്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ഒറ്റപ്പെട്ട പോലത്തുള്ള ഒരു ഫീലിംഗ് ഒക്കെ വരാം. അതുപോലെ തന്നെ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാനും ചാൻസ് ഉണ്ട്. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാലും ഒരു തെറ്റായ ഒരു തീരുമാനം എടുക്കാതിരിക്കുക. തെറ്റായ തീരുമാനം എടുത്ത് അതിലൊരു റിഗ്രറ്റ് അടിക്കുക, വേണ്ടായിരുന്നു എന്ന് തോന്നുന്നതിനേക്കാൾ നല്ലതല്ലേ വളരെ ക്ഷമയോടെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുക. ഏതൊരു സാഹചര്യമാണെങ്കിലും ഇത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അതിലേക്ക് ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അത് നമുക്ക് വീണ്ടും നമ്മളെ ഹീലിങ്ങിനെ ബാധിക്കുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ളൊരു ഫീലിംഗ്, ഒറ്റപ്പെട്ടു പോയി കംപ്ലീറ്റ്ലി. കാരണം ഞാൻ ഇത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിരുന്നു എൻ്റെ എല്ലാം എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് ഇറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഓക്കെ. ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് അകന്നു പോയത് എന്നുള്ളത് നമ്മൾ ഓർത്താൽ മതി. കാരണം നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരിക്കലും നിങ്ങളെ വിട്ട് പോകാനൊന്നും പോകുന്നില്ല. അങ്ങനെ പോയാൽ തന്നെ അത് നിങ്ങളിലേക്ക് തന്നെ എത്തും. അതങ്ങനെയാണ്. യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി, അതുപോലെ തന്നെ ലെസൺ, അത് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെ നടന്നോളണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ അതിനേക്കാളും നല്ല ഒരു കാര്യം, അത് ചിലപ്പം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ സത്യസന്ധമായിട്ടാണ്, ജെന്യൂനായിട്ടാണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത്, തിരുത്തി വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഡിവൈൻ യൂണിയൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചേരേണ്ടവരെന്തായാലും ചേരും, അല്ലേ? അതിപ്പം പ്രപഞ്ച നിയമം തന്നെയാണ്.
അതിനൊരിക്കലും ഒരാൾ എന്ത് ചെയ്താലും തേർഡ് പാർട്ടി വന്നാലും ഫോർത്ത് പാർട്ടി ഫിഫ്ത്ത് പാർട്ടി ഇൻഫിനിറ്റ് പാർട്ടി വന്നാലും അതങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് നിങ്ങളിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ചധികം സ്ട്രെങ്ത്ത് വേണ്ട, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവും. ഒരു ശരിയായിട്ടുള്ള ഒരു തീരുമാനം തന്നെ ഈ ഒരു ടൈം നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അതിലൊരിക്കലും ഈ ഒരു സമയത്തെ അല്ലെങ്കിൽ ഇതൊരു എൻ്റെ വിധിയാണ് എന്നുള്ള രീതിയിലൊന്നും കണക്കാക്കാതെ കുഴപ്പമില്ല, ഈ ഒരു സമയവും ഈ ഒരു നേരവും കടന്നു പോകുമെന്നൊക്കെ പറയാറില്ലേ, അത് ആ ഒരു രീതിയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.